നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 ബീഹാർ സ്വദേശികൾ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. ബീഹാർ മധുബനി ജില്ലയിലെ മധോപൂർ ഭൈരവ സ്വദേശി സദാം നദാഫി, ബീഹാർ ഭൈരവ സഹർഗഡ് മധുബനി സ്വദേശി മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. അന്യസംസ്ഥാന തൊഴിലാളികളെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ചാണ് ഇവർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിച്ചത്. കൊട്ടിയം പട്ടരുമുക്കിൽ കുണ്ടുകുളത്തിന് സമീപത്ത് ഇവർ താമസിച്ചുവന്ന വീട്ടിൽ നിന്നാണ് ചാക്കുകെട്ടുകളിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. സമീപത്തെ പല കടകളിലേക്കും ഇവർ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ നിതിൻ നളൻ, സരിത ശിവദാസ്, സിപിഒമാരായ അരുൺകുമാർ ചന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ. രഹസ്യവിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഉമയനെല്ലൂര് കുണ്ടുകുളം ഭാഗത്ത് ഒരു വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ച് കച്ചവടം ചെയ്യുന്നുള്ള വിവരമാണ് കിട്ടിയത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വീട്ടിൽ സദ്ദാം ഗദാഫി, മുസ്തഫ ഗദാഫി ഇവർ രണ്ടുപേരും ബീഹാറിലെ മധുബനി ജില്ല സ്വദേശികളാണ്. ഇവരെ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇത് അവർ അതിഥി തൊഴിലാളികൾക്കും ആ പ്രദേശത്തെ സ്കൂൾ പരിസരത്ത് ഉള്ള കടകളിലടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിച്ച് വിതരണക്കാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടി ചെയ്യും.